എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് പെയിൻറ്റ് ബ്രഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും. ചില സമയത്ത് നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് ബ്രഷ് കേടാവുന്ന നേരത്തൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴോ കിട്ടാതിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു ബ്രഷിൻ്റെ ബ്രിസിൽസ് ഉണ്ടാകാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഴയ ബ്രഷ് വേണം. ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ പെയിൻറ്റ് ബ്രഷൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കാം. അതില്ലെങ്കിൽ ഇതുപോലത്തെ ഷേവിങ് ബ്രഷ് കാണുമെങ്കിൽ പഴയതുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക. അതൊന്നുമില്ലെങ്കിൽ നമുക്ക് ടൂത്ത് ബ്രഷ് ഇല്ലേ, ടൂത്ത് ബ്രഷിൻ്റെ ആ ഒരു ബ്രിസിൽസ് നമുക്ക് ഒരു പ്ലയർ വെച്ചിട്ട് ശക്തിയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയതാണ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ കിട്ടും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ ബ്രഷ് ഒന്ന് സംഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതുപോലൊരു റീഫില്ല് എടുത്തിട്ടുണ്ട് കഴിഞ്ഞത്. പിന്നെ ഇതുപോലത്തെ ടേപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ടൈപ്പിലുള്ള ടേപ്പും എടുത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ കട്ട് ചെയ്യണത് ഇതുപോലത്തെ ഷേവിങ് ബ്രഷിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ഉണ്ടാവില്ലേ, അതാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രിസിൽസിന് കുറച്ചൊരു നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കുറച്ച് ഇതുള്ളതാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്താൽ മതി. നല്ല തിക്കായിട്ടുള്ള ബ്രിസിൽസ് വേണമെങ്കിൽ കുറച്ച് അധികം കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ഇതുപോലത്തെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു റീഫില്ലിന് ചുറ്റുമായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ചുറ്റും വെച്ച് കൊടുക്കുകയാണ്. പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ ഒട്ടും തന്നെ വിടരുത് കേട്ടോ. വിട്ട് കഴിഞ്ഞാൽ എല്ലാം താഴെ വീഴും. പിന്നെ അത് പെറുക്കിയെടുത്ത് ഒരു സംഭവമായി മാറും. അത് നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിങ്ങനെ ഇത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ഓർഡറിലൊക്കെ വെക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത വശം തന്നെ വേഗം റീഫില്ലിൻ്റെ ചുറ്റിനും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഒരു നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടി അങ്ങോട്ട് ഫിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളും കൂടി വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. ഫെവിക്കോൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ കെട്ടിയിട്ടുള്ള ഭാഗത്ത് മാത്രമേ ആക്കാൻ പാടുള്ളൂ. തുമ്പിൻ്റെ ഭാഗത്തോട്ടൊന്നും ആക്കരുത്, എല്ലാം കൂടെ ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ആ നൂല് ചുറ്റിക്കൊടുത്ത ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ആക്കിയിട്ട് ഉണങ്ങാൻ വയ്ക്കുക കേട്ടോ. ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ബ്രഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ടിയുള്ള ഒരു അലുമിനിയം ഫോയിലിൻ്റെ റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്. നമ്മളിതുപോലെ ഈ ടിന്നിൽ വരുന്ന പൊടികളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവും ഇതിങ്ങനെ ഉള്ളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്യുമ്പോൾ വെച്ച് അതിൻ്റെ ടിന്നിനോട് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ, ഇത് കട്ട് ചെയ്തിട്ടല്ലേ നമ്മളിത് തുറക്കുക. അപ്പോൾ ആ ഒരു റൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതില്ലെങ്കിൽ സാധാരണ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ചെറിയ പീസ് കട്ട് ചെയ്ത് എടുത്താലും മതി. ഒരു ചുരുട്ടിയെടുക്കുന്ന പോലെ ആ പേപ്പറിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബ്രിസിൽസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി എടുക്കുകയാണ്. കണ്ടോ, വേണമെങ്കിൽ അതിൻ്റെ അറ്റത്ത് നൂല് വെച്ച് കെട്ടി കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് കടത്താം. എനിക്കിപ്പോൾ ഇത് നീളമുള്ളതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നണില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കടത്തി എടുക്കുന്നുണ്ട്. അതൊന്ന് ശരിക്കൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പെന്നും കൂടെ അതിൻ്റെ ആ ഒരു അറ്റത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, പശ തേച്ചിട്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പശ നന്നായിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൂപ്പർ ഗ്ലൂ പോലത്തെ പശയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കുറച്ചും കൂടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വേഗം ഒട്ടും. അതുപോലെ ആ പെന്ന് വെക്കുന്ന ഭാഗത്തും പശ തേച്ചിട്ട് നമുക്ക് പെന്ന് ഉള്ളിലേക്ക് വെക്കണം. അലുമിനിയം ഫോയിലിൻ്റെ ആ ഒരു പേപ്പർ റോൾ ചെയ്തതിൻ്റെ ഏറ്റവും ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും, അവിടെയും പശ തേച്ച് ഒട്ടിക്കുക. തുമ്പത്തോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശ ആവരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റീഫിൽ അവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതുപോലത്തെ ഒരു ടേപ്പ് വെച്ചിട്ട് ഫുള്ള് ചുറ്റി കൊടുക്കുകയാണ്. ഇത് ഇൻസുലേഷൻ ടേപ്പാണ്. ഇതിന് കുറച്ച് നല്ലോണം ഗമ്മുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ടേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ്ങിലും പിന്നെ തീരുന്നിടത്തും ഒന്നുകൂടെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു സൂപ്പർ ഗ്ലൂ പോലത്തെ ഗമ്മ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീരെ അതിൻ്റെ ആ തുമ്പ് പിന്നെ അഴിഞ്ഞൊന്നും പോരാണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ബ്രഷുകളുടെ പണിയൊക്കെ കുറച്ചായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തുമ്പ് ഒന്ന് നന്നായിട്ട് ഈ പ്ലയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പരന്നിട്ടുള്ളൊരു ബ്രഷായിട്ട് കിട്ടും നമുക്ക്.
നമ്മുടെ ബ്രഷിനൊന്ന് ഭംഗിയാക്കാൻ ഞാൻ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ടേപ്പ് വെച്ചൊന്ന് ചുറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടേപ്പൊക്കെ ചുറ്റുമ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ പശ കൂടാതെ നമ്മുടേതായ ഒരു എക്സ്ട്രാ മൂടി ആക്കി കൊടുത്താലേ ഇതിങ്ങനെ നന്നായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ നനയുമ്പോഴൊക്കെ അത് പോരും. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു രീതിയിൽ ഇതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് ഐഡിയ കണ്ടല്ലോ, ഇനി ഒരു ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ പെൻസിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു റബ്ബറൊക്കെ കേടായിട്ടിരിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ആ ഒരു റബ്ബർ എടുത്ത് മാറ്റുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രസിൽസ് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വയ്ക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക, നന്നായിട്ട് ഒട്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉണങ്ങിയ ശേഷം നമുക്കൊരു പ്ലയർ വെച്ചിട്ട് ഈ ഒരു റബ്ബർ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് നല്ലൊരു ബ്രഷ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെൻസിലുള്ളവർ ഈ ഒരു ഐഡിയയും കൂടി ട്രൈ ചെയ്യുക. ഇന്ന് കാണിച്ചു തന്ന 3 ഐഡിയാസിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ആരൊക്കെയാണ് റിക്വസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല, അവർ എന്തായാലും ഇത് കാണണം, എന്നിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാം. ഐഷ ഷൈമ ഒരു ബിഗ് ഹായ് എന്നോട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഹായ് പറയാത്തതിന്, അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അനുപമ 8th സ്റ്റാൻഡേർഡിലാണ്. അനാമിക, അങ്ങനെ 2 ആൾക്കും ഒരു ഹായ്. ഫർഹാന നസ്രീൻ, അനഗ 9th സ്റ്റാൻഡേർഡിലാണ്. അഭിമന്യു 3rd സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ഈ 3 പേർക്കും ഒരു ബിഗ് ഹായ്. ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്